ഇന്നത്തെ പാർട്ടിയിൽ അഞ്ജിതയാവും മെയിൻ അട്രാക്ഷൻ. അത് മനസ്സിലാക്കി വേണം മൂവ് ചെയ്യാൻ. VIP പലരും ഉണ്ടാവും. നമ്മുടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരിക്കും ഇന്നത്തെ അവിടുത്തെ ചീഫ് ഗസ്റ്റ്. നിനക്ക് നേരിട്ട് പരിചയമുണ്ടോ? എനിക്ക് ആളെ അറിയാം, പക്ഷേ കൂടുതലായി പരിചയപ്പെട്ടിട്ടില്ല. എന്താ നിനക്കൊരു മൂഡ് ഓഫ്? കൊള്ളാം. വെറും ഗസ്റ്റായി ഞാൻ നേരത്തെ തന്നെ എത്തി. ആദ്യ പേരൊക്കെ വന്നിറങ്ങുന്നതേ ഉള്ളൂ. സോറി സർ, വഴിയിൽ ചെറിയൊരു ട്രാഫിക് ജാം. പിന്നെ ഇത് മിസ്സസ് അഞ്ജിത ഹരികുമാർ, മൈ വൈഫ്. ഹലോ, ഐ ആം ആർ കെ നരേന്ദ്രൻ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. പിന്നെ നിങ്ങളുടെ മാരേജിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, സോറി. ഹായ് ഹരി, ഞാൻ അകത്ത് വെച്ച് തിരക്കിലായിരുന്നു. അല്ല, താനെന്താ ഒറ്റയ്ക്ക്? വൈഫിനെ കൂടെ കൂട്ടായിരുന്നില്ലേ? ഞങ്ങൾ ഹരിയെ പോലെ ന്യൂലി മാരീഡ് കപ്പിൾസ് ഒന്നും അല്ലല്ലോ, വയസ്സായില്ലേ? സാറിന് വയസ്സായെന്ന് ആരാ പറഞ്ഞത്? ചെറുപ്പക്കാരെക്കാളും നേരത്തെ സാറിനുണ്ടെന്ന് എനിക്കറിയില്ലേ. അല്ല, നമുക്ക് അകത്തേക്കിരിക്കാം. ഷുവർ. വരൂ ഹരി. എന്താ പ്രിയതമയ്ക്കൊരു മൂഡ് ഓഫ്? ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞൊന്ന് പ്ലാൻ ശ്രദ്ധിച്ചതാ. ഒരു പാർട്ടി? ഇങ്ങനെ ആഭാസം നിറഞ്ഞൊരു പാർട്ടിക്ക് എന്നെ കൊണ്ടുപോകാൻ ഹരിക്ക് എങ്ങനെ കഴിഞ്ഞു? ആഭാസം നിറഞ്ഞ പാർട്ടിയോ? അങ്ങനെ തോന്നുമെങ്കിൽ അത് നമ്മുടെ രണ്ടുപേരുടെയും കൾച്ചറിന് ഡിഫറൻസ് ഉണ്ടാ. വൃത്തികെട്ട ആ ഭാരതി മേനോനെ എങ്ങനെ ഹരിക്ക് പരിചയം? അതാ എനിക്കറിയണ്ടേ. അവരൊരു പാവ സ്ത്രീയല്ലേ കുട്ടി. അതിരിക്കട്ടെ, ഭാരതി മേനോനെ അഞ്ജിതയ്ക്ക് എങ്ങനെ പരിചയം? ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് അവരെ അറിയാം. എന്റെ പൊളിറ്റിക്കൽ ഫ്രണ്ട്സിലൂടെ എനിക്ക് അവരെ അറിയാം. അഞ്ജിത എന്തിനാ ആ കാര്യത്തിൽ ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നത്? പത്രത്തിലൂടെ ഏറ്റവും കൂടുതൽ ഞാൻ അറ്റാക്ക് ചെയ്ത സ്ത്രീയാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിൽ മുഖ്യ ശത്രു ഞാനാണ്. ഓ, ടേക്ക് ഇറ്റ് ഈസി. അഞ്ജിത കാര്യങ്ങൾ നേരാമണ്ണം മനസ്സിലാക്കണം. മനസ്സിലാക്കാം. അതിന് കുറച്ചുകൂടി സമയം ഹരി എനിക്ക് തരണം. എന്നോട് പകതീർക്കായിരിക്കും. ഹരി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. വിവാഹത്തിന് മുമ്പ് പലരുടെയും കിടക്ക പങ്കിട്ട നിനക്ക് അത് മനസ്സിലാവില്ല. മോർച്ചറിലെ ഡെഡ് ബോഡി പോലെ നീ ശവം. ഞാൻ നിന്റെ ഭർത്താവാടി, അത് നീ മനസ്സിലാക്കണം. സ്നേഹത്തിന് മുന്നിൽ മാത്രമേ ഒരു സ്ത്രീക്ക് കീഴടങ്ങാൻ പറ്റൂ. ഹരി അത് മനസ്സിലാക്കണം. സ്നേഹം, നിന്റെ സ്നേഹം എനിക്കറിയാവില്ല. നല്ലവണ്ണം ഓർത്തു നോക്ക്. ഹരികുമാർ എന്നാണ് പേര്. ആ ഭാരതി മേനോനുമായി നല്ല അടുപ്പമുള്ള ആള്, പണവും സ്വാധീനവും ഉള്ള ആള്. മോള് ശരിക്കും ഒന്ന് ഓർത്തു നോക്ക്. ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആ സ്ത്രീ ഇപ്പൊ പരിചയപ്പെടാൻ പോകുന്ന ആള് വലിയ ആളാ. പേര് ഹരികുമാർ. നിനക്ക് എന്ത് വേണമെങ്കിലും തരും. മോള് പേടിക്കണ്ട കേട്ടോ. എനിക്കൊന്നും വേണ്ട, എനിക്ക് പോണം. അവിടെ ഇരിക്കട്ടെ. എവിടെയാ പോന്നെ? അവിടെ ഇരിക്കാൻ പോകണ്ടേ? ഹരി, കുറച്ചുകൂടി ആലോചിച്ചിട്ട് പോലെ. സ്വന്തം ഭർത്താവിനെ കുറിച്ചാണ് അഞ്ജിത എഴുതാൻ പോകുന്നതെന്ന് ഓർക്കണം.
തികച്ചും ന്യായീകരിക്കാനാവാത്തൊരു തെറ്റ്. കാമഭ്രാന്തന്മാർക്ക് കടിച്ചു ചീന്താനുള്ളതല്ല പെണ്ണിന്റെ ശരീരം. തെറ്റ് ചെയ്ത പുരുഷൻ എന്റെ അച്ഛനെന്നോ സഹോദരനെന്നോ ഭർത്താവെന്നോ ഞാൻ നോക്കുന്നില്ല മഹേഷ്. I got a clue and I want to reveal it to the present, to the people. That's it. But the consequences? No, I don't care. You will be with me. Okay, I will be. Thank you. എന്തിനാ ഇവിടെ വന്നത്? ഹരി കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇതിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഓ, അതൊരു സെക്സ് റാക്കറ്റിനെ കുറിച്ചുള്ള വാർത്ത. വാർത്ത? അതൊരു ഹരികുമാറിനെ പറ്റി പറയുന്നുണ്ടല്ലോ. നിനക്ക് ഹരികുമാറിനെ അറിയോ? ഐ എം ജേർണലിസ്റ്റ്. ഐ എം ഡെഡിക്കേറ്റഡ് ടു ദാറ്റ്. എന്റെ ചുറ്റിലും നടക്കുന്ന നിയമവിരുദ്ധവും അക്രമപരവുമായ സംഭവങ്ങളോട് ഞാൻ പ്രതികരിക്കും. ഇൻ ദാറ്റ് പ്രോസസ് ഐ ഗോട്ട് എ പേഴ്സൺ ഓൺ ഹരികുമാർ നൗ, എ സെക്സ് മാനിയക്. സത്യം എവിടെയും വിളിച്ചു പറയാൻ എനിക്ക് മടിയില്ല. നിന്റെ സെക്സ് മാനിയക്, ആ കാമഭ്രാന്തൻ, അത് ഞാനാണ്, ഈ ഹരികുമാർ. സ്വന്തം ഭർത്താവിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിന്റെ ജേർണലിസവും ഡെഡിക്കേഷനും. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം നിന്നിലെ ജേർണലിസ്റ്റ് മരിച്ചു. അന്നു മുതൽ നിന്റെ എല്ലാ സമർപ്പണങ്ങളും ഈ ഹരികുമാറിന് മാത്രമാണ്. നിന്റെ വ്യക്തിത്വം, സ്വാതന്ത്ര്യം, നിന്റെ ജീവിതം തന്നെയും ഈ പുരുഷന്റെ കൈകളിലാണ്. നീ എന്ത് പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ നടക്കണം, എങ്ങനെ കിടക്കണം എന്ന് തീരുമാനിക്കുന്നവരെ ഈ പുരുഷനാണ്. ബിക്കോസ് ഐ ആം യുവർ ഹസ്ബൻഡ്. ഇതൊരു ചങ്ങലയാണ്, എ ട്രാപ്പ്. എന്റെ ഭാര്യയുടെ ശ്വാസോച്ഛ്വാസം ഈ കുരുക്കിനകത്താണ്. ബി കെയർഫുൾ. You can kill me, but not my spirit. ഒരു 100 വട്ടം വിളിച്ച തിരിഞ്ഞു നോക്കാത്ത ആളാ. ഇപ്പൊ പുതിയ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് കേട്ടപ്പോ ദേ പറഞ്ഞെത്തിയിരിക്കുന്നു. സാറേ, ഈ ഭാരതി അങ്ങനെയൊന്നും മറന്നേക്കല്ലേ. ഞങ്ങൾ പോലീസുകാർക്ക് നിന്ന് തിരിയാൻ പോലും നേരില്ലാത്ത കാലം. അതിനിടയ്ക്ക നിന്റെ എതിരുമേലും വീഴ്ചലും. ഇപ്പൊ തന്നെ ഒളിച്ചോടി വന്നെന്ന് പറയുന്ന ശരി അല്ല. ഏതാ കക്ഷി? ആ, നമ്മുടെ ഹരിയുടെ സിസ്റ്ററിനല്ലോ, പേര് അമിത. ഇവിടുത്തെ ചിട്ടകളൊക്കെ പഠിപ്പിച്ചോ? ആ, ഒരു വിധമൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സാറേ, ഇവളും വിളിക്കുക. ഈ സാറുമാരൊക്കെ ഡ്യൂട്ടി മറന്നു പോകുന്ന എന്റെ പേടി. നീ വാ. അല്ല മോളെ, നീ തനിച്ചുള്ളൂ? അമിതേച്ചി എവിടെച്ചാ? എന്താ കാര്യം? അമിതേച്ചി ആ ഭാരതി മേനോൻ എന്ന സ്ത്രീയുടെ കൂടെ ജോലിക്ക് ചേർന്നു. ഹരിയാണല്ലോ എല്ലാം ഏർപ്പാടാക്കിയത്, നീ അറിഞ്ഞില്ലേ? ഹരി ഹരി ഹരി, നിങ്ങളുടെ ആരാ ഹരി? ഹരിക്ക് എന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് പോരെ? മോളെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ഹരി നിന്റെ ഭർത്താവല്ലേ? അപ്പോ നിന്റെ ചേട്ടത്തേക്ക് അവൻ അനുജനും. ഒരു അനിയൻ എന്ന നിലയ്ക്ക് അവനവക്കൊരു ജോലി വാങ്ങിക്കൊടുത്തത് എന്താ തെറ്റ്? ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ കൊണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എനിക്ക്? അച്ഛൻ ഇന്ത്യ പഠിച്ചു, ചരിത്ര പുരുഷന്മാരെയും ഇതിഹാസ പുരുഷന്മാരെയും പഠിച്ചു. പക്ഷേ സ്വന്തം മക്കളുടെ ജീവിതം അച്ഛൻ പഠിക്കാൻ കഴിഞ്ഞില്ല, മനുഷ്യനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനും അവസാനം കണ്ണീര് മാത്രം ഉണ്ടാവും ബാക്കി. ശരിയല്ല അച്ഛ? അച്ഛനിപ്പോ ഇത്ര മനസ്സിലാക്കണം, ഹരിക്ക് ഒരു ഭർത്താവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അമിതയുടെ അനുജനാവാൻ കഴിയില്ല.